ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് ഇൻ ലേണിംഗ്. എങ്ങനെയാണ് വീഡിയോസ് ഒരു ഇലക്ട്രോണിക് മീഡിയം ആയിട്ട് റെക്കോർഡ് ചെയ്യാനും കോപ്പി ചെയ്യാനും ബ്രോഡ്കാസ്റ്റ് ചെയ്യാനും ആൻഡ് മൂവിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് ലേണിങ്ങിൽ എന്നുള്ളതാണ് പറയുന്നത്. വിഷ്വൽ ഇമേജസ് ഒക്കെ മൂവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് വിഷ്വൽ ലേണേഴ്സിന് അല്ലെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ കുറച്ചുകൂടി ലേൺ ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു വീഡിയോ വഴി നമ്മൾ ലേൺ ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് നമുക്ക് കിട്ടുന്നത്? ഒന്നുകൂടി മോർ എൻഗേജിങ്. വീഡിയോ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവരെന്തായിരിക്കും, സ്റ്റുഡൻസ് എൻഗേജ്ഡ് ആയിരിക്കും. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. അല്ലെങ്കിൽ എന്താ, മിണ്ടാതിരുന്ന് ഇങ്ങനെ പേജ് മറിച്ച് പോകുന്ന ആൾക്കാരെ പോലെ അവർ ഇരിക്കേണ്ടി വരും. ഈസി അണ്ടർസ്റ്റാൻഡിങ് ആണ്. വീഡിയോസ് വരുമ്പോൾ വളരെ ഡെമോൺസ്ട്രേഷൻ ഫ്രണ്ട്ലി ആണെന്നാണ് പറയുന്നത്. നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈസി റിട്ടൻഷൻ. ഇവിടെ വരുന്ന ലേണേഴ്സിനെ പിടിച്ചു നിർത്താനുള്ളൊരു കഴിവ് വീഡിയോസിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഗ്രേറ്റർ അറ്റൻഷൻ. നല്ല രീതിയിൽ തന്നെ അവർക്ക് പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ പഠിക്കാനൊക്കെ സാധിക്കുന്നു. നല്ലൊരു റിലേഷൻ അവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. ഗുഡ് റാപ്പോർട്ട്. വീഡിയോസ് ആർ ഗ്രേറ്റ് ഫോർ ബിൽഡിംഗ് ആൻഡ് ഗുഡ് റാപ്പോർട്ട് വിത്ത് ദ ലേണേഴ്സ്. നമ്മളുടെ മുന്നിൽ പഠിക്കാൻ ഇരിക്കുന്ന ആളുകളുമായിട്ട് നല്ലൊരു ബന്ധം സൃഷ്ടിക്കാനൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോ ലേണിംഗ് യൂസ്ഫുൾ ആണ്. ആൻഡ് ഒരു ഇൻഫർമേഷൻ നമുക്ക് ഒന്നുകൂടി അവരുടെ മനസ്സിൽ ഊന്നിക്കൊടുക്കാൻ വേണ്ടിയിട്ട്, റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എൻകറേജ് ഡിസ്കഷൻ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കായി ഡിസ്കസ് ചെയ്യാനൊക്കെ സാധ്യമാവുന്നു. ഒരു നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് അവർക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വീഡിയോസ് ഇ ലേണിങ്ങിൽ ഉള്ള ബെനിഫിറ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വീഡിയോ ഫോർമാറ്റ്സിന് ഓൺലൈൻ ഇൻസ്ട്രക്ഷൻസ്. ഓൺലൈൻ ഇൻസ്ട്രക്ഷൻ വരുന്ന സമയത്ത് വീഡിയോ ഫോർമാറ്റുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് വെബ് കോൺഫറൻസിങ് ആണ്. വെബ് കോൺഫറൻസിങ് കൊണ്ട് എന്താ ഉണ്ടാവുന്നത്? ഒരു സിങ്ക്രണസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഫോർ ഇൻസ്ട്രക്ഷൻ. ഒരേ സമയം എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുക. അതായത് 2-വേ വീഡിയോ ഓഡിയോ ചാറ്റിംഗ് രണ്ടു പേർക്കും അറ്റ് എ ടൈം തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി അതിൻ്റെ ഇഫക്റ്റീവ് യൂസ് എന്താണ്? വീഡിയോ ഇൻ ലേണിങ്ങിൽ പ്രധാനമായിട്ടും ഒന്ന്, വളരെ കൺസൈസ് ആയിട്ട് ലോങ് വീഡിയോസിനെയൊക്കെ നമുക്ക് വളരെ ചുരുക്കി വേണ്ട രീതിയിൽ ഇൻട്രാക്റ്റീവായി ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ ഇൻട്രാക്ഷൻ ചെയ്യാൻ പറ്റുക. പിന്നെ ട്രാൻസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് എവ്രി വൺ വിൽ ഹാവ് സൗണ്ട് കാർഡ്സ് ഓർ ഹെഡ്ഫോൺസ്. എല്ലാവർക്കും ഒന്നും നല്ല രീതിയിൽ സൗണ്ട് കാർഡ്സോ ഹെഡ്ഫോൺസ് ഉണ്ടായിക്കോളുന്നില്ല. അപ്പം അതിന് വേണ്ടി ട്രാൻസ്ക്രിപ്റ്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റുക. ആൻഡ് ഷോർട്ട് ഫയൽ സൈസസ്. ഇനി അതിലേക്ക് വളരെയധികം ഷോർട്ടാക്കിയിട്ട് മാറ്റാൻ സാധിക്കുക. ഫയൽ സൈസ് ഒക്കെ കുറച്ച് നമുക്ക് വേണ്ട ആളുകൾക്ക് വേണ്ടി മാത്രം ഒന്ന് കൊടുക്കാൻ സാധിക്കുക. ആൻഡ് ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത് യൂസ് വീഡിയോസ് ഫോർ സിനാരിയോസ് ആൻഡ് സിമുലേഷൻസ്. വീഡിയോസ് യൂസ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് നല്ല രീതിയിൽ ഓരോ സിനാരിയോസ് ഡിസൈൻ ചെയ്യാനും, അതായത് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു കൈൻഡ് സിറ്റുവേഷൻസ്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പം എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വീഡിയോസിൻ്റെ ക്ലാസ്സുകൾ വളരെ ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഒരു അതർ മീൻസ് ഓഫ് ഇ ലേണിംഗ് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ഒന്ന് യൂട്യൂബും, രണ്ടാമത്തെ വെബ് ക്യാംസും ആണ് വരുന്നത്. യൂട്യൂബ് ഓൾറെഡി നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടൊരു കാര്യമാണ്. അതിലൂടെ ഇ ലേണിംഗ് പ്രൊഫഷണൽസിന് നല്ല രീതിയിൽ തന്നെ പവർഫുൾ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓരോ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ലേണേഴ്സിലേക്ക് എത്തണമെങ്കിൽ അവർക്കൊക്കെ ഈ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും. ആൻഡ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് യൂസ് ദ പ്രൈവസി സെറ്റിംഗ്സ് ഇൻ യൂട്യൂബ് ടു ഷെയർ സ്പെസിഫിക് വീഡിയോസ് വിത്ത് സ്പെസിഫിക് ലേണേഴ്സ്. ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചുള്ള വീഡിയോസ് ഒരു ടാർഗറ്റഡ് ഓഡിയൻസിലേക്കാണ് എത്തേണ്ടതെങ്കിൽ ആ ഒരു സ്പെസിഫിക് ലേണേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ആ ഒരു വീഡിയോസ് അവർക്ക് പ്രൈവറ്റ് സെറ്റിംഗ്സിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് യൂസ് ദ പവർ ഓഫ് അനോട്ടേഷൻസ് ആൻഡ് ലിങ്ക് ടു പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻസ്. ഇനി അനോട്ടേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പുതിയ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഇൻഫർമേഷൻസ് ഒക്കെ ഒരേ സമയം നമുക്ക് കൊടുക്കാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെബ് ക്യാംസ് എന്ന് പറയുന്നത്. വെബ് ക്യാംസ് എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് വെർച്വൽ ക്ലാസ് റൂം ഹാസ് ബീൻ ഫെസിലിറ്റേറ്റഡ് ബൈ ദിസ് വെബ് ക്യാംസ്.
അപ്പോൾ വെബ് ക്യാമറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീഡിയോ ക്യാമറയാണ്. ദാറ്റ് ഫീഡ്സ് ഓർ സ്ട്രീംസ് ദിറ്റ്സ് ഇമേജ് റിയൽ ടൈം ഓർ ത്രൂ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് ഒരേ സമയം തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിക്കുന്നതിനും അറിയുന്നതിനും ഒക്കെ സാധിക്കുന്നു. വെൻ ക്യാപ്ചേർഡ് ബൈ ദ കമ്പ്യൂട്ടർ ദിസ് വീഡിയോ മേ ബി സ്ട്രീംഡ് ആൻഡ് സേവ് വ്യൂഡ് ഓർ സെൻഡ് ടു അതർ നെറ്റ്വർക്ക്സ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ചിത്രം ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് സെൻഡ് ചെയ്യാനും മറ്റുള്ള നെറ്റ്വർക്കിലേക്ക് അയക്കാനും സച്ചാസ് ഇൻ്റർനെറ്റ്, ഇമെയിൽ അങ്ങനെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് കൊടുക്കാനും ഒക്കെ സാധിക്കുന്നു. ഒരു റിമോട്ട് ലൊക്കേഷനിലേക്കും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോ സ്ട്രീം ചെയ്യാം, ടു ബി സേവ് ചെയ്യാനും വ്യൂ ചെയ്യാനും സെൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വീഡിയോസ് ഇൻ ഇ ലേണിംഗ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റുകൾ എന്താണ്, അതേപോലെ ഏതൊക്കെയാണ് വീഡിയോ ഫോർമാറ്റ്സ് യൂസ് ചെയ്യുന്നത്, അത് മെയിനായിട്ട് വെബ് കോൺഫറൻസിങ്ങും അതേപോലെ തന്നെ യൂട്യൂബ്, വെബ് ക്യാംസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാർഗ്ഗങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മാക്സിമം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്